ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷീല എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഷീല, 47 വയസ്സുണ്ട്, 2 കുട്ടികളുമുണ്ട്. 2 പെൺമക്കളാണ്. അവരുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഇളയ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം. ഞാനും ഹസ്ബൻഡും തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമസി എല്ലാം നിർത്തിയിട്ട് ഏകദേശം 8 വർഷമായി മാഡം. 2 കുട്ടികളൊക്കെ മുതിർന്നു കഴിഞ്ഞതിൽ പിന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുകയോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും തേടി ചെല്ലുകയോ ചെയ്തിട്ടില്ല. ഈ 2 കുട്ടികളെയും വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനിടയ്ക്ക് ഇതിലൊന്നും ഒരു പ്രാധാന്യവും എനിക്ക് തോന്നിയില്ല. ഹസ്ബൻഡിനും അങ്ങനെ തന്നെയായിരുന്നു. ഇത് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുമില്ല. അദ്ദേഹം ജോലി ചെയ്തു, പണമുണ്ടാക്കി, ഞാൻ കുട്ടികളെ നോക്കി. അദ്ദേഹത്തിൻ്റെ ബിസിയൊക്കെ ഞാനും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഒരു ദിവസം ഞാൻ സംസാരിച്ച് നോക്കിയതാണ് നമ്മൾ തമ്മിലുള്ള അകൽച്ചയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അകൽച്ചയല്ല, നമ്മൾ 2 പേരും ജീവിച്ചു, കുട്ടികളുമായി. ഇനിയിപ്പം എന്താണ്? ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് സ്നേഹത്തോടുകൂടി ജീവിക്കാമല്ലോ. ജീവിതത്തിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് ഭർത്താവ് പറഞ്ഞു. അത് കിട്ടുമ്പോൾ ഞാനും പുറത്തു. ശരി, എൻ്റെ ആഗ്രഹങ്ങൾ ഞാനും ഉപേക്ഷിച്ചേക്കാം. 2 പേർക്കും ഒരു ആക്ടിവിറ്റീസും ഇല്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും ഏകദേശം ഒതുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ മനസ്സിലാക്കി. പിന്നെ കുട്ടികളുടെ കല്യാണം, പഠിപ്പ്, അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ വന്നല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഇളയ മകളുടെ കല്യാണവും കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനുള്ള സമയം കിട്ടിയത്. ഈ കാര്യങ്ങളൊന്നും തുടരണ്ട, പക്ഷേ ഭർത്താവിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ എനിക്ക് സമയമുണ്ടായി. ആ സമയത്തേക്ക് പുള്ളിയും വീട്ടിലൊക്കെ കുറച്ചൊക്കെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ വിട്ട് ഇരിക്കാനും തുടങ്ങി. ഒരു ദിവസം യാദൃച്ഛികമായി ഭർത്താവിൻ്റെ മൊബൈൽ ഞാൻ എടുത്തു നോക്കി. സാധാരണ അങ്ങനെ നോക്കാറുള്ളതല്ല. പണ്ടൊന്നും അതിന് ലോക്കില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് നോക്കിയപ്പോഴേക്കും അതിന് സ്ട്രോങ് പാസ്വേഡ് ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. എൻ്റെ മൊബൈലിൻ്റെ റീചാർജ് തീർന്നിരിക്കുകയാണ്. തൽക്കാലം മകളെ ഒന്ന് വിളിക്കാം, പിന്നെ റീചാർജ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഹസ്ബൻഡിനോട് അതിൻ്റെ പാസ്വേഡ് പറയാൻ പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങിതാ ഞാൻ തുറന്നു തരാമെന്നും. പക്ഷേ ഞാൻ പറഞ്ഞു പാസ്വേഡ് പറയാൻ. അത് പറയാൻ പറ്റില്ല. മുമ്പുണ്ടായിരുന്ന മൊബൈലിൽ ഒരു പാറ്റേൺ ആയിരുന്നു, അതെനിക്കറിയാമായിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഭർത്താവ് തുറന്നു തന്നു. ഞാൻ മകളെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചുകൊണ്ട് അപ്പുറത്തേക്കൊന്ന് പോയി. വെറുതെ ഞാനതിൻ്റെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ നോക്കിയതാണ് മാഡം. അത് തുറന്ന ഉടനെ തന്നെ ഒരു വിദേശ വീഡിയോ ആണ് എനിക്ക് കിട്ടിയത്. അതായത് 60 വയസ്സുള്ള നരച്ച മസിലുകളുള്ള ഒരുത്തൻ, അയാളും ഒരു 10-20 വയസ്സുള്ളൊരു പെൺകുട്ടി, അയാളും തമ്മിലുള്ള ഒരു തീവ്രമായ ബന്ധമാണ് ഞാൻ കണ്ടത്. അതുമാത്രമല്ല, അത് പ്ലേ ചെയ്തപ്പോൾ ഓ ഡാഡി എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണ് കിടന്നലർന്നതും അയാൾ ഇംഗ്ലീഷിൽ പറഞ്ഞതുമൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല. എങ്കിലും അത് കഠോരമായ ചില ശബ്ദങ്ങളും അലർച്ചകളും ഒക്കെയുള്ള ഒരു രംഗമായിരുന്നു മാഡം. ഭർത്താവ് അത് കേട്ട് ചാടി വന്നു. പെട്ടെന്ന് തന്നെ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. എൻ്റെ കയ്യിലിരിക്കുന്നതിനേക്കാൾ നല്ല വിലക്കൂടി മൊബൈലല്ലേ നിനക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നത്? കൃത്യസമയത്ത് ചാർജ് ചെയ്ത് അത് ഉപയോഗിച്ചാൽ പോരെ? നീ എന്തിനാണ് എൻ്റെ മൊബൈലിൽ ഇതൊക്കെ തിരയാൻ പോയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരഞ്ഞതൊന്നുമല്ല, ജസ്റ്റ് കൈ തട്ടി ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ ഒരു വീഡിയോ ആണ് വന്നത്. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇത്രയും വർഷം നിങ്ങൾക്കിങ്ങനൊരു കുഴപ്പമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. വീഡിയോ കാണുന്നത് ഒരു കുഴപ്പമാണോ? നിൻ്റെ ഒരു മൊബൈലിലെ നീ കാണുന്നില്ല ചോദിച്ചു. ഞാൻ ഇത്തരം വൃത്തികെട്ട വീഡിയോ ഒന്നും കാണാറില്ലെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് എന്നെ പുച്ഛിച്ചു. വീഡിയോ ഒന്നും കാണാറില്ല, പക്ഷേ ഇതൊക്കെ എല്ലാം നിനക്കറിയാമല്ലോ. മനുഷ്യരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യമൊന്നുമല്ല ഇത്. വീഡിയോ എന്ന് പറഞ്ഞത് അത്ര വലിയ പുതുമയല്ല, പണ്ട് തൊട്ടേ ഉള്ളതാ. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധവും വേണ്ട, എല്ലാം തീർന്നു, ഇൻട്രസ്റ്റുകളും തീർന്നു, ഇനി കുട്ടികളെ വളർത്താം, അവർക്ക് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യം നോക്കിയത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തേടിപ്പോകാനുള്ള ഒരു വഴിയാണല്ലേ. എന്നെ വിട്ടിട്ട് നിങ്ങൾ കൊച്ചു പെമ്പിളരെ നോക്കിയായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങൾ തിരിമുടിഞ്ഞ കള്ളനാണ്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ നേരെ ആക്രോശിച്ചു. അങ്ങനെയാണെങ്കിൽ നീ കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. എനിക്ക് നിന്നോട് യാതൊരു താല്പര്യമില്ലാതായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒന്നും വേണ്ടാന്ന്. എനിക്ക് വേറെ കല്യാണം കഴിച്ച് ഒരെണ്ണത്തിനെ കൂടെ തല വെക്കേണ്ട യാതൊരു കാര്യമില്ല. എൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കൊച്ചോ വലുതോ അതൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളപ്പോൾ കൊണ്ടുപോകും. അതിന് നിൻ്റെ അനുവാദമൊന്നും എനിക്ക് വേണ്ട.
നിൻ്റെ കയ്യിൽ ഞാൻ ഇഷ്ടം പോലെ പണം തരുന്നുണ്ട്. മേലിൽ എൻ്റെ മൊബൈൽ എടുക്കുകയോ അല്ലെങ്കിൽ റീചാർജ് ഇല്ല എന്ന് പറഞ്ഞ് തുറന്നു നോക്കുകയോ ചെയ്യരുത്. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളുമുണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, കാണുമായിരിക്കാം, ഇല്ലായിരിക്കാം. നിന്നെ ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. വേണമെങ്കിൽ ഇവിടെ നിൽക്കൂ, ഇല്ലെങ്കിൽ നീ ഡൈവോഴ്സ് ചെയ്ത് പോകൂ. എൻ്റെ 2 പെൺമക്കൾക്കും നല്ല ജീവിതമായി. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഇഷ്ടമല്ലെങ്കിൽ. അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നിനക്ക് കണ്ടെത്താം. ഡൈവോഴ്സിന് ഞാൻ തയ്യാറാണെന്ന് ഹസ്ബൻഡ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. മാഡം, ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് ത്യാഗമാണ് ഞാൻ ചെയ്തത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡും ത്യാഗിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അയാൾ ദുരൂഹമായ പല ബന്ധങ്ങളും ഉണ്ടാക്കി രസിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. ഞാനിവിടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമായി കുട്ടികളെ വളർത്തി സിനിമയിലൊക്കെ കാണുന്നത് പോലെ കരഞ്ഞും പിഴിഞ്ഞും ജീവിക്കുകയായിരുന്നു. എന്തൊരു വിഡ്ഢിയാണ് ഞാൻ. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ ജീവിതം? എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. മക്കളോട് പറയാൻ പറ്റുമോ? ഈ പ്രായത്തിൽ ആരോടെങ്കിലും പറയാൻ പറ്റുമോ മാഡം? ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെയായി. ഭർത്താവ് ഓരോ നിമിഷവും ചിരിക്കുകയും രസിക്കുകയും ഫോൺ വിളിയും ഒക്കെ കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം കൂടുതൽ സ്വതന്ത്രനായി. ഇതുവരെ എല്ലാം ഹൈഡ് ചെയ്തിരുന്നു. ഇപ്പം അങ്ങർക്കൊന്നും ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ വീഡിയോ കോൾ വിളിച്ച് പല പെണ്ണുങ്ങളുമായി സൊല്ലുന്നത് ഞാൻ കണ്ടു. വഴക്കടം ചെന്ന് കഴിഞ്ഞാൽ ഡൈവോഴ്സ് എന്ന് അയാൾ പറയും. മാഡം, എനിക്ക് എവിടെ പോകാനാണ്? അതുകൊണ്ട് സത്യമായും എനിക്ക് ഡിപ്രഷൻ പോലെ വരാൻ തുടങ്ങി. പക്ഷേ പിന്നീട് ഞാൻ ഓർത്തു, ഇയാളെ കാത്തിരുന്നിട്ട് എനിക്കെന്താണ്? ഒരു ഗുണവുമില്ല. അതുമാത്രമല്ല, ഇയാളുടെ ഇഷ്ടം ചെറിയ പെൺകുട്ടികളുമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ പണം കൊടുക്കാതെ ഇയാളിൽ എന്ത് അട്രാക്ഷൻ ഉണ്ട്? ഒന്നുമില്ല. അത്ര വലിയ സ്വന്തനൊന്നുമല്ല. അപ്പോൾ പണം മോഹിച്ച് പല പെണ്ണുങ്ങളെയും അയാൾ കൂടെ കൂട്ടുന്നുണ്ട്. അയാളുടെ പണവും നല്ല രീതിയിൽ മറ്റു പെണ്ണുങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. എൻ്റെ വിവാഹ ജീവിതം സത്യം പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. ഞാൻ ഒരു ദിവസം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന അയാളുമായിട്ട് പിന്നെയും വഴക്കുണ്ടാക്കി. അപ്പോഴും പുള്ളി ഡൈവോഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡൈവോഴ്സ് ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഡൈവോഴ്സ് ഒട്ട് തരികയില്ല. എങ്കിൽ എന്നെ ശല്യപ്പെടുത്താതെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി. പക്ഷേ നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ പരിപാടിയില്ലേ, ഇത് ഞാനും കാണിക്കും. നല്ല ചുള്ള ചെക്കന്മാരെ ഞാനും തട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഹസ്ബൻഡിനെ കളിയാക്കി. ഓ, ഈ പ്രായത്തിൽ പോയിട്ട് നിനക്ക് ഒരു ഗുണവുമില്ല. കിളവന്മാർ പോലും നിന്നെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കിളവനായ നിങ്ങളെ കൊച്ചു പെമ്പിളേർ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന്. അതൊക്കെ കാണും. അതൊക്കെ എൻ്റെ ഗുണം കൊണ്ടാണ്. അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുമെന്ന് പറഞ്ഞു. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പുള്ളി എന്നെ ആക്ഷേപിക്കുകയും ചെയ്തു. ശരി, പണം കൊടുക്കാതെ തന്നെ ആരെങ്കിലും എനിക്കും പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് ഞാനും വെല്ലുവിളിച്ചു. പുള്ളി പറഞ്ഞു, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് 10,000 രൂപ ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. ശരി മനുഷ്യ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ആ ചിലപ്പോൾ പറയാൻ പറ്റില്ല. 90 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് വരെ ആരാധകരുള്ള കാലമാണ്. നിനക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം പറയാം, 10,000 ഒക്കെ ഞാൻ തരാം. പക്ഷേ വഴി കൂടെ പോകുന്ന ആരെങ്കിലും നീ കൈയും കാലും കാണിച്ച് വളച്ച് ഇവിടെ മതിൽ ചാടിച്ച് കയറ്റി നിന്നെ ആരെങ്കിലും നാട്ടുകാർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിൻ്റെ മക്കളോ മരുമക്കളോ ഒക്കെ അറിഞ്ഞ് നാണം കെടുകയാണ്, കുടുംബക്കാർ അറിഞ്ഞ് നാണം കെടുകയാണെങ്കിൽ ഞാൻ കൈ മലർത്തും. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോണം. എനിക്ക് വിവാഹമോചനവും കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് അദ്ദേഹമായി തർക്കിച്ചു. നിങ്ങൾ ഇത്രയും പൈസ മുടക്കുന്നു, ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി നടക്കുന്നു, എന്നിട്ട് ആരും അറിയില്ലല്ലോ. അതേപോലെ തന്നെ ഞാനും അതൊക്കെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാനൊരാണാണ്, പലപ്പോഴും പുറത്തു പോകും, രഹസ്യമായിട്ടാണെല്ലാം. പക്ഷേ നീ ഈ വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന്. ആ, ഞാനും പുറത്തിറങ്ങിപ്പോകും. ആ, നീ പുറത്തിറങ്ങി ഒരുങ്ങി കെട്ടിപ്പോയി വല്ല ലോഡ്ജിലോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ പോയിട്ട് നാട്ടുകാർ പിടിക്കുമ്പോൾ അപ്പോൾ നിനക്കറിയാം അതിൻ്റെ ഗുണം. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണ്? നിങ്ങൾ ചെയ്തതൊക്കെ ഓക്കെയാണ്, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമാണെന്ന്. അപ്പോൾ പുള്ളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടീ, ആന വാ വിളക്കുന്നത് കണ്ട് അണ്ണാൻ വാ വിളക്കാൻ നടക്കരുത്. പെണ്ണ് പോയി കഴിഞ്ഞാൽ പേരുദോഷം, ആണ് പോയി കഴിഞ്ഞാൽ അത് കഴുകിയാൽ തീരുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങേർക്ക് ആവശ്യമില്ലാത്ത കോൺഫിഡൻസാണ്. ഇത്രയും കാലം ഞാൻ ഒരു ചെകുത്താൻ്റെ കൂടെയാണ് ജീവിച്ചത്. എന്നെ തന്നെ കുറ്റം പറയണം. ഇയാളെ ഒരു രീതിയിലും തർക്കിച്ചോ അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികൾ കൊണ്ടോ എനിക്ക് നേരിടാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പ്രതികാരമായിരുന്നു. എൻ്റെ കാര്യങ്ങൾ നടക്കണം എങ്കിൽ ലോഡ്ജിലോ അല്ലെങ്കിൽ ഈ വീട്ടിലോ വിളിച്ചു വരുത്തി എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ മരുമക്കൾക്കോ വീട്ടുകാർക്കോ
ആർക്കും ഒരു രീതിയിൽ സംശയം തോന്നരുത്, പ്രശ്നമുണ്ടാകരുത്, പേരുദോഷമുണ്ടാകരുത്. അങ്ങനെ എവിടെ എൻ്റെ കാര്യങ്ങൾ നടക്കും. എനിക്ക് ഇയാളെ തോൽപ്പിച്ചേ മതിയാകൂ. എനിക്ക് പുതിയ അനുഭവങ്ങൾ വേണം, അതും ചെറുപ്പക്കാർ തന്നെ വേണം. ഇയാൾക്ക് കിളന്ന പെൺകുട്ടികളാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് പണം കൊടുക്കാതെ തന്നെ നല്ല ആൺകുട്ടികളെ കിട്ടണം. ഇതുവരെയും പുറത്തിറങ്ങിപ്പോയി അങ്ങനെ സമൂഹത്തിൽ ഇടപഴകി ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് എന്നെ ഇഷ്ടമാണോ എന്നുള്ള കാര്യങ്ങൾ അളക്കാനുള്ള സാഹചര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ശ്രദ്ധിക്കണം, എവിടെ പോയാലും ഇനി നന്നായി ഒരുങ്ങിപ്പോണം. ഇങ്ങനെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഏതാണുങ്ങളെ കണ്ടാലും സൗഹൃദഭാവത്തിൽ ചിരിക്കണം, കുശലം പറയണം. അവർക്കാർക്കെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ കിളന്ന് പയ്യന്മാർക്ക് എന്നോട് താല്പര്യമുണ്ടോ അതറിയണമെന്ന് എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ഇങ്ങയുടെ കൂടെ കൊച്ചു പെണ്ണുങ്ങൾ വരുന്നു, അപ്പോൾ എൻ്റെ കൂടെ കിളന്ന് ചെക്കന്മാർ വന്നാൽ എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു കല്യാണം വന്നത്. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ കല്യാണമാണ്, നാട്ടിൽ വെച്ച് തന്നെയാണ്. ഹസ്ബൻഡ് വരുന്നില്ല. അങ്ങേരെ എങ്ങോ ടൂറ് പോയതാണ്. വേറെ എന്തെങ്കിലും പോയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ ഒരുങ്ങി 10 മണിയായപ്പോഴേക്കും അവിടെ ചെന്നു മാഡം. അവിടെ എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി സംസാരിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരാളെ ചൂണ്ടിട്ട് പറഞ്ഞു, എടി നിനക്ക് അവളെ അറിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഇവള് രാധികയല്ലേടി, പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താഴെ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായത്. നീ ഓർക്കുന്നുണ്ടോ? പിന്നില്ലേ, നമ്മളൊരു സാറല്ലേ, ആ സാറുമായിട്ടാണ് ഇവൾ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് പണ്ടൊരു ഗോസിപ്പില്ലായിരുന്നു. ശരിക്കും ഇവൾ അന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോടി? അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടി അവിടെ വെച്ചിട്ട് എന്തൊക്കെയോ ചെറിയ ചുറ്റിക്കളികൾ ഇവൾക്കുണ്ടായിരുന്നു. കാരണം ഇവൾ അന്നേ മുതിർന്ന സ്ത്രീയുടെ അത്ര ഇല്ലായിരുന്നോ എന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ ശരിയാ എന്ന് ഞാൻ പറയുകയും ചെയ്തു. എന്നെ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് മിണ്ടി. നീയും ഞാനും തമ്മിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലോ, എനിക്ക് തോന്നുന്നു നിന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന്. ഞാൻ പറഞ്ഞു, ശരിയായിരിക്കാം. കല്യാണം ഒന്ന് കഴിയട്ടെ, അവളെ പോയി ഒന്ന് ഓർമ്മിപ്പിക്കണം. എടി അവളിപ്പോൾ വലിയ പുള്ളിയാ. ഞാൻ ചോദിച്ചെന്താ, ഹസ്ബൻഡ് വലിയ ഉദ്യോഗസ്ഥനുമാണോ? എടി ഹസ്ബൻഡ് ഒന്നുമില്ല, ഒരു പയ്യനുണ്ട്, മകൻ. അവൻ ഇവിടെ ഒന്നുമില്ല, അമേരിക്കയിലോ മറ്റോ ആണ്. അവിടെ അങ്ങോട്ട് കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. എങ്കിലും പൈസ ഇവൾക്ക് അയച്ചു കൊടുക്കും. ഇവൾ തന്നെയാണ് കഴിയുന്നത്. അതും നമ്മുടെ ടൗണിനടുത്ത് വലിയൊരു വീടുണ്ട്. ടൗണിനവിടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള വലിയൊരു വീടിനെ കുറിച്ച് അവളോട് പറഞ്ഞു. അത് അവളുടെ വീടായിരുന്നോ? അവളുടെ വീടാണ്. അപ്പോൾ ഇവളെന്തെങ്കിലും ജോലിക്ക് പോയിരുന്നോ? ഇവിടെ ഭർത്താവിന് വലിയ ജോലിയായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇപ്പോൾ ഇവക്ക് വലിയ ജോലിയൊന്നുമില്ല, പിന്നെ നാട്ടുകാർക്കൊരു സഹായം, അത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എടീ ഇവൾ പണ്ടുള്ള സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഹരമാണ് ഇവളെന്നാണ് പറയുന്നത്. വീട്ടിലേക്ക് പല ചെറുപ്പക്കാർക്കും സ്വാഗതമാണ്. മകൻ ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പം അവൻ അമേരിക്കയിലല്ലേ, അമേരിക്കൻ സംസ്കാരം അമ്മ പിന്തുടർന്നാലും അവന് പ്രശ്നമൊന്നുമില്ല. എടി ഇപ്പം തന്നെ നോക്ക്, അവൾ മേക്കപ്പ് ചെയ്ത് ഒരു മുടി പോലും നരയ്ക്കാതിലേ വന്നിട്ടുള്ളത്. അവിടെ ലിപ്സ്റ്റിക്ക് നോക്ക്, അവൾ ചന്തക്കാരിയല്ലേ? ചന്തക്കാരിയോ എടി എന്ന് പറഞ്ഞാൽ ചന്തമുള്ളവൾ. അത് ശരിയാ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെക്കൻ്റെ കൂടെയാണ്. 10-25 വയസ്സ് കാണും. നല്ല വലിയൊരു കാറിലാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് കാറൊക്കെ ഉണ്ട്, എങ്കിലും ഓരോ ദിവസവും ഓരോരുത്തരുടെ കാറിലാണ് ഇവൾ ഓരോരുത്തരത്തും പോകുന്നത്. ഇവൾ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ് അവളിൽ നിന്നുള്ളി. ഉള്ളതാണോ? ഉള്ളതല്ല, പിന്നെ കള്ളാണോ ഞാൻ പറയുന്നത്? വലിയ പുള്ളിയാടി. പക്ഷെ വേറെ കാര്യമുണ്ട്, കണ്ടാൽ 1-2 വാക്കേ പറയാൻ പറ്റുകയുള്ളൂ. കൂടുതൽ അടുത്ത് കഴിഞ്ഞാലില്ലേ വേണമെങ്കിൽ ആളുകൾ നമ്മളെ കൂടി അവളുടെ കൂട്ടത്തിലേക്ക് പിടിച്ചിടും. എനിക്ക് പേടിയാ. അതുകൊണ്ട് പെട്ടെന്ന് വിഷ് ചെയ്തിട്ട് ഞാനിങ്ങി പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തലയാട്ടി. അങ്ങനെയല്ലേ അറിയപ്പെടുന്ന ഇങ്ങനെയുള്ള രീതിയിലുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും നമ്മൾ കുറ്റം പറയും, അകന്നു മാറും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവളൊരു ഭാഗ്യവതിയാണെന്ന് പെണ്ണുങ്ങൾക്ക് തോന്നും. ആണുങ്ങൾക്ക് അവളെൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്നും തോന്നും. ഈ ലോകം ഇരട്ടത്താപ്പുകളുടേതല്ലേ മാഡം? എനിക്കും അങ്ങനെ തോന്നി. കല്യാണം കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരി പെട്ടെന്ന് തന്നെ ടാറ്റ പറഞ്ഞ് പിരിഞ്ഞു പോയി. അവളുടെ ഹസ്ബൻഡും അപ്പുറത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴുണ്ട് ഇവളവിടെ തനിയെ നിൽക്കുന്നു. ആ സമയത്ത് ഞാൻ രാധയുടെ അടുത്തിരുന്നു. എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഇവിടെ അടുത്താണല്ലേ വീട്? പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ നമ്മളൊന്ന് കണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, പഴയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഒരു സൂപ്പർ ചെക്കൻ, വെളുത്ത് തുടുത്ത് ചുവന്ന ചുണ്ടുകളോട് കൂടി ഒരു പയ്യൻ, ടൈറ്റ് മിനുസമാർന്ന
ഒരു പാൻറ്റാണ് അവൻ ഇട്ടിരിക്കുന്നത്. യൗവനം വീർപ്പ് മുട്ടുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടു മാഡം. എനിക്ക് എന്തോ അവളോട് പെട്ടെന്ന് അസൂയ തോന്നി. അവളാണ് മിടുക്കി. ഈ പയ്യനെയൊക്കെ അവളുടെ സ്വന്തമാണെന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് സത്യമാണെങ്കിൽ അവൾ ഭാഗ്യം ചെയ്തവൾ തന്നെയാണ്. നോക്കിയാൽ അവളെക്കാൾ ഒരു പണത്തൂക്ക സൗന്ദര്യം എനിക്ക് കൂടുതലില്ലേ എന്നൊക്കെ ആലോചിച്ചു. അവൾ ചെക്കൻ്റെ പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. പിന്നെ ബന്ധുവാണെന്നും പറഞ്ഞു. ഭർത്താവ് മരിച്ചുപോയെന്നും മകൻ അവിടെയാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് എന്നോട് പറഞ്ഞു സമയം കിട്ടുവാണ് എന്നെ വിളിക്കണേ. ഞാൻ പറഞ്ഞു നമ്പർ ഇതാന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ നമ്പർ ഞാൻ വാങ്ങിച്ചു. കാര്യം എനിക്കവളോട് സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിച്ചു. ഇതാണ് എൻ്റെ നമ്പരെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എന്നോട് സംസാരിച്ചു. ഞാനും എൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളും കുറേ കഥകളൊക്കെ പറഞ്ഞു. പക്ഷേ അവളുടെ മറ്റ് സൈഡുകളൊന്നും അവൾ പറഞ്ഞില്ല. ഞാൻ അവളെ ഇളക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു. എനിക്ക് ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റില്ല, മറ്റു ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇൻട്രസ്റ്റ് കൂടി. പറ ഫോണിൽ കൂടെ പറ, ഇങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങ് ടെൻഷനാണ്, എനിക്കറിയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അടുത്തൊരു ദിവസം നമുക്കൊന്ന് കാണാം, എന്നിട്ട് ഞാൻ പറയാം. ഇതിൽ കൂടെ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വ്യത്യാസം നിന്നപ്പോഴില്ലേ അവൾ എൻ്റെ വീട് തപ്പി പിടിച്ചു വന്നു. എൻ്റെ ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു. അകത്ത് കയറിയിട്ട് നീ അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കങ്ങ് ടെൻഷനായി. നിൻ്റെ ജീവിതത്തിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഇവള് ഇത്തിരി കേമയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭർത്താവ് എന്നെ വെല്ലുവിളിച്ചതും ഭർത്താവിൻ്റെ പോക്കും വീഡിയോയും കൊച്ചു പെണ്ണുങ്ങളുമായുള്ള ചുറ്റിക്കളികളും ഒക്കെ ഞാനങ്ങ് പറഞ്ഞു. അവസാനം പറഞ്ഞു വന്നപ്പോഴേക്കും ഞാനങ്ങ് കരഞ്ഞു. പക്ഷേ അവളെന്നെ ചേർത്ത് പിടിച്ചോട്ട് പറഞ്ഞു, നീ ആടി മിടുക്കി, നീ പ്രതികാരം ചെയ്തെന്ന് പറഞ്ഞില്ലേ, കറക്റ്റാണ്. ആ കിളവന് ഒന്നും അറിയില്ല. ശരിക്കും നമ്മളെപ്പോലുള്ള ആൻറ്റിമാർക്കാണ് ഡിമാൻഡ്. പയ്യന്മാരെ പ്രായപൂർത്തിയായപ്പോൾ തൊട്ടുള്ളവരെ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാകും. അപ്പോൾ ആ കിളുത്ത് പ്രായമുള്ളതുവരെ നമുക്ക് ആരാധകരായിട്ട് കിട്ടും. പിന്നെ ചെക്കന്മാർക്ക് വലിയ ആവേശമായിരിക്കും. നമ്മുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലുത് ശ്രദ്ധിക്കുമോ? ഒരിക്കലുമില്ല. ചെക്കന്മാരങ്ങനെയല്ല, നമ്മൾ പറയുന്നത് കേൾക്കും, നമ്മളുടെ അടിമയായിരിക്കും അവർ എന്ന് പറഞ്ഞ് അവളങ്ങ് വർണ്ണിച്ചു. ഞാൻ ചോദിച്ചു, എടി നിൻ്റെ കൂടെ നിൽക്കുന്ന ചെക്കൻ നിൻ്റെ സ്വന്തമാണോ അടിമയാണോ എന്ന്? അയ്യോ, അവനെ നീ ഒരിക്കലും എന്നോട് ചോദിക്കരുത്. അവൻ എന്നോട് പ്രേമമാണ്. അവൻ എൻ്റെ കന്നിപ്പൂവനാണ്. കന്നിപ്പൂവനെ ഞാൻ വിട്ടുതരില്ല. അവനല്ലാതെ വേറെ ആരെ വേണമെങ്കിലും നിനക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്കതൊന്നും പ്രശ്നമില്ല, ഞാൻ ചോദിച്ചതാണ്. അതേടി, ചെക്കന് എന്നോട് പ്രേമമാണ്. ഇപ്പോൾ 3-4 വർഷമായി എൻ്റെ കൂടെ കൂടിയിട്ട്. ചെക്കന് എൻ്റെ തരികയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ചെക്കനിൽ മാത്രം ഞാൻ സംതൃപ്തയാണെന്ന അവൻ്റെ വിചാരം. എനിക്കങ്ങനല്ല. പണ്ടേ നിനക്കറിയാമല്ലോ, ആരുടെ കൂടെയും ഞാൻ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. പിന്നെ നിൻ്റെ ഭർത്താവിനോട് നീ നിന്നതോ? അത് പിന്നെ നിന്നോന്നൊക്കെ പറയാം. നല്ല പണക്കാരനായിരുന്നു, പക്ഷേ എല്ലാം കുടിച്ച് നശിപ്പിച്ചു. മോനെ പിന്നെ അങ്ങ് വിടാൻ കഴിഞ്ഞു. അത് തന്നെ ധാരാളം. കുടിച്ച് മരിക്കുകയും ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം, ചെക്കൻ എൻ്റെ ഈ ചുറ്റിക്കളി അറിയാനേ പാടില്ല. അവൻ വയലൻ്റ് ആകുടി. പിന്നെ വേറെ കാര്യമുണ്ട്, അവൻ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ അവധി ദിവസം മാത്രമേ വരികയുള്ളൂ. അവൻ ഇത്തിരി ബിസി ജോബിലാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ചുറ്റിയടിക്കാം. നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, അവിടെ എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണെന്ന്. പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അടുത്ത ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അവൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചിക്കൻ റെഡിയാണ്, വയസ്സ് 26 എന്ന് പറഞ്ഞ് അവളെൻ്റെ വാട്സാപ്പിൽ അവൻ്റെ മുക്കും മൂലയും ഡീറ്റെയിൽസായിട്ട് പടം അയച്ചു തന്നു. ഒരു വീഡിയോയും ചെറുക്കൻ സെൽഫായിട്ട് എന്തൊക്കെയോ കാണിക്കുന്ന വീഡിയോയും ഇതെല്ലാം കൂടെ കണ്ടപ്പോഴേക്കും എനിക്ക് തല കറങ്ങി. കണി കാത്തിരുന്ന എനിക്ക് കിട്ടിയത് കിങ്ങിണി കണിയാണല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ മനസ്സ് തുള്ളിച്ചാടി. അവളുടെ വീട്ടിലേക്ക് ഓടാൻ ഞാൻ റെഡിയായി. അവൾ പറഞ്ഞു 1 മണിക്ക് വരണം, നീ പെർഫെക്റ്റ് ആണോ നോക്കണമെന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ബാ ഇങ്ങോട്ട്, നീ കുറച്ചുകൂടെ മോഡേൺ ആകാനുണ്ട്, എല്ലാ അടിക്കാടുകളും വെട്ടിത്തെളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ എനിക്ക് വാക്സിൻ ഒക്കെ ചെയ്തു തന്നു. എന്നെ സുന്ദരിയാക്കി. ഇപ്പോഴാണ് നീ പെർഫെക്റ്റ് ആയത്. നീ നല്ല മോഡേൺ ആയിരിക്കണം, മോഡൽ പെണ്ണുങ്ങളെ പോലെ ആയിരിക്കണം. നിന്നെ കാണുമ്പോൾ ഇത്തിരി പ്രായമായെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം
പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് അവൾ എന്നെ സുഗന്ധപൂരിതയായിട്ടാണ് നിർത്തിയത്. ചെക്കന് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന് എന്നെ ഇഷ്ടപ്പെടുമെന്ന് പേടിയായിരുന്നു. പക്ഷേ അവൻ വന്ന് അവളുടെ അടുത്തിരുന്നിട്ട് ആഹാ കൊള്ളാവിലോ, ആൻറ്റിയുടെ കൂട്ടുകാരി സൂപ്പർ ആൻറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഹഗ് ചെയ്തു മാഡം. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു സുന്ദര കുട്ടപ്പനെ എനിക്ക് കിട്ടി. ഭർത്താവിനെ വെല്ലുവിളിക്കുന്ന പോലെയായിരുന്നു. അവൻ എന്നെ എടുത്ത് വട്ടം കറക്കി. ഞാൻ അവനിൽ ചേർന്ന് നിന്നു. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോകൂ പോകൂ, അകത്തേക്ക് പോകൂ, ഇവിടെ ഇരുന്ന് ഭൂമി കുലുക്കണ്ട, അകത്ത് ചെന്ന് ഭൂഗോളം മുഴുവൻ കറക്കുമെന്ന് പറഞ്ഞു. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ എന്നോട് ചോദിച്ചു, ആൻറ്റിക്ക് ഇതിഷ്ടമാണോ എന്ന്. ഞാൻ പറഞ്ഞു, ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വന്നവളായതുകൊണ്ട് തല ഞാൻ കറക്കും, മൊത്തം കറക്കിയെടുക്കും എന്ന് പറഞ്ഞ് പിന്നെ മുന്നും പിന്നുമില്ലായിരുന്നു. ഭർത്താവിൻ്റെ വീഡിയോകളെ ധ്യാനിച്ചുകൊണ്ട് വീഡിയോയിലെ പെണ്ണുങ്ങളെ വെല്ലുന്ന മികവാണ് ഞാൻ അവിടെ പുറത്തെടുത്തത്. എനിക്കുള്ളിൽ ഇത്രയും ശക്തി അടങ്ങിക്കിടപ്പുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. സർവ്വശക്തിയും എടുത്ത് യുവത്വവും മിഡിൽ ഏജും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടം വളരെ മനോഹരവും ബൃഹത്തായുധമായിരുന്നു മാഡം. അന്ന് ആ ചെക്കൻ എന്നെ വിട്ടുപോകാൻ മടിച്ചു. ഇല്ല ആൻറ്റി, ഞാനിപ്പോഴേ പോകില്ല എന്ന് പറഞ്ഞ് അവൻ കെഞ്ചി. പിന്നീട് പല ദിവസങ്ങളിലും അവൻ വിളിക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്നു. എൻ്റെ കൂട്ടുകാരി എനിക്കൊരു ആൾത്തുണയായി, ആൾമറയായി. പിന്നെ അവൾ തന്നെ എനിക്ക് പല വിശേഷപ്പെട്ട കാര്യങ്ങളും സ്വന്തമാക്കാൻ അവസരം തന്നു. ചുരുക്കം പറഞ്ഞാൽ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് 25 വയസ്സിന് താഴെയുള്ള ധാരാളം ആളുകളെ ഞാൻ കൊണ്ടു. എൻ്റെ ജീവിതം ധന്യമായതുപോലെ തോന്നി. പക്ഷേ ഹസ്ബൻഡ് എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണ്, അവൾ തനിച്ചാണ് താമസം, എനിക്ക് ഇവിടുന്ന് ബോറടിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പുറകെ വന്ന് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. എൻ്റെ കൂട്ടുകാരി ഓൾറെഡി ഫേമസ് ആണല്ലോ. അങ്ങേർ ഉടനെ തന്നെ എൻ്റെ 2 മക്കളോടും വിളിച്ചു പറഞ്ഞു, അമ്മ ഇപ്പോൾ ഒരു വൃത്തികെട്ട സ്ത്രീയുമായിട്ടാണ് കൂട്ട്. അവളുടെ അവിടെ പോയിട്ട് ഇവൾ വേറെ ചില പ്രവർത്തനങ്ങൾ കാണിക്കുകയാണെന്ന് പറഞ്ഞു. മക്കൾ 2 പേരും എന്നെ ഒത്തിരി കുറ്റം പറഞ്ഞു. അമ്മയ്ക്ക് പ്രായമായപ്പോൾ വീട്ടിൽ അടങ്ങിയിരുന്നു കൂടെ. അച്ഛന് സംശയമാണെങ്കിലും അമ്മ അങ്ങനെ അന്യ വീടുകളിൽ പോകരുത്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മക്കളും മരുമക്കളും കൂടി എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഭർത്താവിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ് അയാൾ പോകുന്നത് പോലെ വെല്ലുവിളിച്ച് ഞാൻ പോയതാണെന്ന് പറയണമെന്നുണ്ട്. അപ്പോഴും എൻ്റെ ജീവിതം നാണക്കേട് തന്നെയാണ്. ഞാൻ അതൊക്കെ നിർത്തണോ മാഡം? എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഇതൊന്നും നിർത്താൻ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ മക്കളെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? കിട്ടിയ അവസരം എനിക്ക് നഷ്ടപ്പെടുത്താനും വയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഭർത്താവ് വെല്ലുവിളിച്ച് അയാളുടെ ഇഷ്ടത്തിന് തോന്നിവാസത്തിൽ നടക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അത് നല്ലൊരു മധുര പ്രതികാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സന്മാർഗികമായി നോക്കുകയാണെങ്കിൽ അത് നല്ലതുമല്ല. എങ്കിലും മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ പ്രതികരിച്ചെന്നിരിക്കും. എന്തായാലും ഇതൊക്കെ അറിഞ്ഞ് മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും മറ്റു സ്ത്രീയെ പോലെ പേരുദോഷമുള്ളതാകും. അപ്പോൾ നാട്ടുകാരോ വീട്ടുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു അതിര് കവിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടേതായ സന്തോഷമൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ചോദിക്കും. അങ്ങനെയല്ല, പറഞ്ഞ പോലെ ഹസ്ബൻഡിനെ തിരുത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ 2 പേരും കൗൺസിലിങ്ങിനൊക്കെ പോയി ശരിയാകുമെങ്കിൽ അങ്ങനെ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിലൊന്നും പോകാതെ റിസ്ക് ഇല്ലാതെ ഏതെങ്കിലും ഒരാളാണെങ്കിൽ പിന്നെയും പൊത്തുവരുത്തമുണ്ട്, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം. അതും നല്ല കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും മനുഷ്യനല്ലേ, അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. പിന്നെ ഹസ്ബൻഡ് കിടന്ന് ഇളകുന്നുണ്ടല്ലോ, അങ്ങേര് നിങ്ങളെ പറഞ്ഞതും അങ്ങേരുടെ കാര്യങ്ങളൊക്കെ അങ്ങേർ വലിയ വീരവാദം മുഴക്കുന്നതുമൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. 2 പേരും ഇതാണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അതിനൊന്നും പോകാതെ നിങ്ങൾ 2 പേരും കൂടി ഒന്ന് സംസാരിച്ച് സംവാദത്തിലെത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക. വഴക്കും വക്കാണോ വേണ്ട. അല്ലെങ്കിൽ 2 പേരും കൂടെ ഒന്ന് ജീവിക്കുക. അല്ലെങ്കിൽ മക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും വരുന്ന പ്രശ്നങ്ങളൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൂത്രവാക്യം സ്വീകരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ.